പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലെ പ്രൊഫൈൽ നെയിം ഉണ്ടല്ലോ അതെങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച്. പ്രൊഫൈലിൽ കൊടുത്ത നെയിമാണെങ്കിലും പേജിൽ കൊടുത്ത നെയിമാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ വക കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ അതിനായിട്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ പേജിലല്ല, ഫേസ്ബുക്കിൽ തന്നെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണുന്നുണ്ടല്ലോ വലതുവശത്ത്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണും. അല്ലെങ്കിൽ താഴെ തന്നെ നമുക്ക് സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെറ്റിങ്സ് എടുക്കാൻ സാധിക്കും. ഇവിടെ സെറ്റിങ്സ് ഉണ്ട്, ഏതും നമ്മൾക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം തന്നെ ക്ലിക്ക് ചെയ്യാണ്. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഇവിടെ ഏറ്റവും മുകളിൽ അക്കൗണ്ട് സെൻറ്റർ എന്ന ഭാഗമുണ്ട്, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ എന്ന ഭാഗത്ത് അതിൻ്റെ പേര് കാണാം. അവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പേര് കാണാം. അവിടെ നിങ്ങൾ വീണ്ടും ഏരോ മാർക്കിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഇപ്പോൾ നിങ്ങൾക്ക് നെയിം എന്ന ഭാഗമുണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത പേര് ഇവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒക്കെ ഇവിടെ മുകളിൽ എഴുതിയായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഒരു പ്രാവശ്യം നിങ്ങൾ പേര് ചേഞ്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ 60 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പേര് ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷൻ പിന്നീട് കിട്ടുകയുള്ളൂ. ഓക്കെ, പിന്നെ മലയാളത്തിലാണ് നിങ്ങളുടെ പ്രൊഫൈൽ നെയിം ഉള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് മലയാളത്തിൽ മാത്രമേ ചേഞ്ച് ആക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അതും നോട്ട് ചെയ്ത് വെക്കുക. മലയാളത്തിലാണെങ്കിൽ രണ്ടും, അതായത് ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം നിങ്ങൾക്ക് ഒരേ ടൈം തന്നെ നിങ്ങൾ ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് പേജിൽ എങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ആക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ പ്രൊഫൈലിൽ നിന്നും പേജിലേക്ക് മാറുകയാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജ് ഇവിടെ കാണാൻ സാധിക്കും. പേജിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പേജിലേക്ക് മാറിയിട്ടുണ്ട്. അവിടെയും അതുപോലെ തന്നെ വലതുവശത്ത് കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം. അല്ലെങ്കിൽ ഇവിടെ താഴെ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്താലും മതി. ഓക്കെ, ഞാൻ ആ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നത്തിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് മുകളിലല്ല, കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പേജ് സെറ്റപ്പ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ തന്നെ നെയിം എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് രണ്ടും ഒരേ ടൈം മാറ്റാൻ കഴിയില്ല കേട്ടോ. ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം ഏതെങ്കിലും ഒന്ന് മാത്രമേ ആദ്യം മാറ്റാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ രണ്ടാമത് കൊടുത്തിട്ടുള്ള ആ ഒരു പേര് മാത്രം നിങ്ങൾ മായ്ച്ചിട്ട് അതിലെന്താണെന്നുള്ളത് ആദ്യം നിങ്ങൾ മാറ്റുക. എന്നിട്ട് 60 ദിവസം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത നെയിമും കൂടി നിങ്ങൾ ഇതുപോലെ ചേഞ്ച് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സെലക്ട് ചെയ്ത നെയിം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. കാരണം മറ്റാരെങ്കിലും യൂസ് ചെയ്യുന്ന പേരായിരിക്കും അത്. അപ്പോൾ നിങ്ങൾ പേര് ചേഞ്ച് ചെയ്യുമ്പോഴും മറ്റാരും യൂസ് ചെയ്യാത്ത പേര് തന്നെ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ രൂപത്തിലുള്ള നല്ലൊരു പേര് തന്നെ സെലക്ട് ചെയ്തിട്ട് പ്രൊഫൈലിലും പേജിലും ഇതുപോലെ തന്നെ നിങ്ങൾ മാറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.